പക്ഷേ ഇതിന് ശേഷം ബാബറി വിധിക്ക് ശേഷം ഇപ്പം ഗ്യാൻവാപ്പിയിലായാലും മധുരയിലെ മോസ്കായാലും ഇവിടെയൊക്കെ ഇപ്പം ഗ്യാൻവാപ്പിയിൽ സർവേ നടക്കുന്നു. ഇതൊരു പ്രവണതയായി മാറുന്നില്ല. ഇത് പ്രവണതയായി മാറാൻ പാടില്ല. പക്ഷേ അതിന് ചില കർത്തവ്യം മുസ്ലിങ്ങളുടെ സൈഡിൽ നിന്നും ഉണ്ടാകണം. ഈ 3 സ്ഥലങ്ങളിൽ ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. കൃഷ്ണൻ്റെ ജന്മസ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മക്കയും മദീനയും പോലെ ഇതിലാണ്. അതേപോലെ തന്നെ നമ്മുടെ ശിവൻ്റെ സ്ഥാനം ഗ്യാൻവാപ്പി. കാരണം ഞാൻ ഈ സ്ഥലങ്ങളിലൊക്കെ എത്രയോ കാലങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ സ്ഥലങ്ങളെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ 3 സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാൻ മുസ്ലിങ്ങൾ തയ്യാറാവണം. ആ തയ്യാറായി കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഹിന്ദുക്കൾ മുന്നോട്ട് വരും. ആ തമ്മിലുള്ള മുസ്ലിമും ഹിന്ദുവും തമ്മിലുള്ള ഈ വിടവ് നികത്താനുള്ള ഒരു സുവർണ അവസരമാണിത്. അതുകൊണ്ട് മുസ്ലിങ്ങൾ വില്ലിംഗ്ലി ഈ സ്ഥലങ്ങൾ അവർക്ക് കൊടുക്കുകയാണ്, ഹിന്ദു സമുദായത്തിന് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷനിൽ അവർ അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓ, എത്ര പലതാണ്. അവിടെ നിങ്ങളിപ്പം പോയി നോക്കിയാലും അത് ക്ഷേത്രങ്ങളുടെ നടുവിലാണ് ഈ ഗ്യാൻവാപ്പി കിടക്കുന്നത്. അതിൻ്റെ നേരെ മുമ്പിൽ നന്ദി എന്ന് പറയുന്നത് ശിവൻ്റെ വാഹനമാണ്. വാഹനം വൃഷഭോ യസ്യ വാസുകി കണ്ഠഭൂഷണം വാമേ ശക്തിതരം ദേവ വാകാരായ നമോ നമ. ആ നന്ദി നേരെ പള്ളിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. ആർക്കും മനസ്സിലാക്കാൻ കഴിയും ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നമ്മളെല്ലാവരും ഒരു ഈ മുന്നോട്ട് കൊണ്ടുപോകരുത്. കാരണം അത് സമൂഹത്തെയും ഭാരതത്തെയും തികച്ചും ദുർബലമാക്കുകയാണ് ചെയ്യുക. അതിനു പകരം എല്ലാവരും ഒന്നിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ അപേക്ഷ. ഈ മധുരയിലും ഇതേപോലെ തന്നെയാണോ? മധുരയിൽ പിന്നെ അവിടെയും ഈ ബാബറി പോലെയുള്ള അല്ലെങ്കിൽ രാമജന്മഭൂമി പോലുള്ള സവിശേഷതകൾ ഈ സ്ഥലങ്ങളിൽ ഉണ്ട്. കാരണം അതൊക്കെ പല പുസ്തകങ്ങളിലും ഇത് 2 സ്ഥലത്തെക്കുറിച്ചും വേറെയുള്ള പുസ്തകങ്ങളിലും എഴുതിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാസിര ആലങ്ങീരി എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. അതിൽ സാഖി മുസ്തയിദ് ഖാൻ എന്ന് പറഞ്ഞ ആളാണ് പുസ്തകം എഴുതിയത്. അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ 3 സ്ഥലങ്ങൾ. പക്ഷേ ഈ ഹിന്ദുക്കൾ ഒരു വലിയ ലിസ്റ്റുമായിട്ട് മുന്നോട്ട് വരാൻ പാടില്ല. അത് അവിടെ നിർത്തണം. ഈ 3 സ്ഥലങ്ങളാണ് പ്രധാനപ്പെട്ടത്. അവിടെ നിർത്തുക. അതെ, ഒന്ന് ശിവന്, ഒന്ന് വിഷ്ണുവിന്, പിന്നെ അതിന് ശേഷം നമുക്ക് കൃഷ്ണൻ്റെ അവതാരം. ഈ 3 സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുക. അതോടുകൂടി ഹിന്ദുക്കളും നിർത്തണം. ഇനി എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ 3 നിന്ന് മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല എന്ന തീരുമാനത്തിൽ ഹിന്ദുക്കൾക്കും എത്താൻ കഴിയണം.